ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാച്ചിൻ്റെ ഒക്കെ ഉള്ളുണ്ടാകുന്ന മോയ്സ്ചർ എങ്ങനെ നമ്മൾക്ക് നീക്കം ചെയ്യാം. സിമ്പിളായി തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നെയിൽ കട്ടർ മാത്രമാണ്. അപ്പം നമ്മൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. നിങ്ങൾ കാണാൻ ഇതിൽ മൊത്തം വെള്ളമാണ്, അതായത് ഒരു ഈർപ്പം മോയ്സ്ചർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വാച്ചുകൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഇതുപോലുള്ളതെന്ന് പറയുമ്പോൾ ഡിജിറ്റൽ അല്ലാത്ത വാച്ചുകൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റിൽ തന്നെ ഇതിൻ്റെ ടൂള് നമ്മൾ നെയിൽ കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുതായിട്ട് കൈയൊക്കെ മുറിഞ്ഞു, എന്നാലും നമുക്ക് വീഡിയോ തുടക്കാം. അപ്പം നെയിൽ കട്ടർ ഉള്ളവർ നെയിൽ കട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൂളുകൾ ഉപയോഗിക്കാം. അതായത് സ്പാനർ പോലുള്ള ചെറിയ എടുക്കാനൊക്കെ പറ്റുന്ന ടൂളുകൾ ഉപയോഗിക്കാം. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ വാച്ചിൻ്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മൂടി തുറന്നു വരും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് നമ്മൾക്കും അറിയാം. എല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ മൂടയൊക്കെ ഊരാൻ. അപ്പോൾ ചിലതിൽ സ്ക്രൂ ഒക്കെ ഉണ്ടാവും. സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിലും ഈ നെയിൽ കട്ടറിൻ്റെ ഇപ്പോൾ നമ്മളെടുത്ത ടൂൾ ഭാഗത്തിനെ കൊണ്ട് നമ്മൾക്ക് തിരിച്ചു ഊരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അറ്റം ഭാഗം കൊണ്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളത്തെ ആ ഫൈബർ പീസ് എടുക്കുക. പ്ലാസ്റ്റിക് കഷ്ണം നമ്മൾ ഊരി മാറ്റുക. ചിലവരുടെ വാച്ചിൻ്റെ ഉള്ളിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല, ഉള്ളവരാണെങ്കിൽ എടുത്ത് മാറ്റുക. അപ്പോൾ ഇനി നമ്മൾക്കിത് ഒരിക്കലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എടുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് പുറത്തേക്കാണുള്ളത്. അത് നമ്മൾക്ക് രണ്ടും തമ്മിൽ ഊരി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പി കഷ്ണത്തിൽ ഒരു ഭാഗത്തിൽ നമ്മളൊന്ന് എന്താ പറയുക, നെയിൽ കട്ടർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗം കൊണ്ട് ബാക്കിലോട്ട് ഇങ്ങനെ തിരിക്കുക, ഈ സൈഡിലുള്ള കൊണ്ട് തിരിക്കുക. അപ്പോൾ അത് ലൂസായിട്ട് ഊരി വിടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും അറിയില്ല എന്ന് നമ്മൾക്കറിയാം. അതായത് കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു രീതി അറിയില്ല, ഇത് ഊരേണ്ടത് എങ്ങനെയാണെന്ന്. എന്നാലും അറിയുന്നവരുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയാമായിരിക്കും ഇങ്ങനെ ഊരേണ്ടതാണെന്ന്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം ഇനി നമ്മളിതൊന്ന് ഊരിയെടുക്കുക, അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം. ഇത്ര ഉള്ളു പണി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഉള്ളിൽ മൊത്തം ഒരു മഞ്ഞ് പോലെയാണ്, അതായത് മൊത്തത്തിലൊരു മഞ്ഞ് പോലെ തന്നെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് കുറച്ച് പണിയുണ്ട്. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് കാണിക്കുന്നത്. ടിഷ്യൂ പേപ്പറുള്ളവർക്ക് ഇത് വെച്ച് ചെയ്യാം. നിങ്ങൾ തുണി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈർപ്പം വലിച്ചെടുക്കാൻ തുണിക്ക് അത്രയ്ക്ക് അങ്ങനെ കഴിയില്ല. എന്നാലും നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആവും. വെയിലത്ത് വെച്ച് ഉണക്കാവുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. വെയിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് വെയിലത്ത് വെച്ച് ഉണക്കാതിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ നല്ല ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ അത് നല്ല ക്ലാരിറ്റി ആയിട്ട് നമ്മൾ ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ എന്താ പറയുക, ഇതിൻ്റെ ഒരു ബോഡി നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിറ്റ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിനെ ഫിറ്റ് ചെയ്യേണ്ട പണിയും കൂടെ ബാക്കിയുള്ളൂ. കൂടുതലും ഇതിൻ്റെ ആ തുളഭാഗത്ത് കൂടെയാണ് ഇത് പറയുക വെള്ളം കയറുക ഉള്ളിലേക്ക്. അപ്പം നമ്മൾക്ക് ഫിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കണക്കിന് തന്നെ വെക്കുക. നമ്മുടെ ക്ലോക്കിൻ്റെ ഷേപ്പ് കണക്കിന് തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പം ഈ രണ്ട് ഭാഗം ഒരുപോലെ തന്നെ ഉണ്ടാവണം. നമ്മുടെ കമ്മല പോലത്തെ ആ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഊരിയത് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ചിലപ്പോൾ മിസ്സായിപ്പോയ പണിവാളും ഒരിക്കലും മിസ്സാവരുത്. നിങ്ങൾ ഊരുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. ചെറിയ സാധനമാണെങ്കിൽ ചിലപ്പോൾ അത് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ നെയിൽ കട്ടർ ഉപയോഗിച്ച് നേരത്തെ പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ അത് ടൈറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നെയിൽ കട്ടർ ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചാൽ ഇത് ടൈറ്റായി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മൂടയും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ ശരിയാവും. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെക്കുന്നത് നമ്മുടെ ബാറ്ററി ഒന്നും അധികം ഊരിപ്പോകാണ്ടിരിക്കാനാണ്. പിന്നെ നമ്മൾക്ക് ഇതൊരു ഷെയ്ക്ക് ഇട്ടാണ്ടിരിക്കാൻ, ഷെയ്ക്ക് ആവാതിരിക്കാനും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയോടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഈർപ്പം അല്ലെങ്കിൽ മോയ്സ്ചറൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്.
ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇനി ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ അടുത്ത ദിവസം കാണാം. അതായിരിക്കും ബൈ.